രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ ഒറ്റ സംഘം അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് സംഘമാകും കേസ് അന്വേഷിക്കുക. രണ്ടാമത് കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് ആദ്യ കേസും കൈമാറിയിട്ടുണ്ട്. IG പൂങ്കുഴലിക്കാണ് രണ്ട് കേസുകളുടെയും അന്വേഷണ ചുമതല. രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ കൂടിയാണ് ഒറ്റ SIT കേസ് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, ആദ്യ അന്വേഷണ സംഘത്തിനെതിരെയൊക്കെ ചില ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരുന്നു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാത്തതൊക്കെ ഈ അന്വേഷണ സംഘം മനഃപൂർവ്വമായിരുന്നു. അതിന് ഒരു കർശന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പുതിയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തുമ്പോൾ, ഈ രണ്ട് അതിജീവിതമാരുടെയും പരാതികൾ ഇവരിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സുതാര്യമായ ഒരു അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാമോ വീണ? അശ്വതി, അതിലൊരു തിരുത്തുണ്ട്. ഇത് പുതിയ സംഘമല്ല, രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തിനാണ് ആദ്യ കേസ് അന്വേഷണത്തിന്റെ ചുമതല കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആദ്യ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ അത്തരത്തിൽ എടുത്ത കേസാണ് ആദ്യ പരാതി. രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് 23-കാരിയായ അതിജീവിതയെ ഹോം സ്റ്റേ സ്ഥലത്തെത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസാണ്. ഈ രണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഒരു സംഘത്തിന് തന്നെ, അതായത് രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് തന്നെ IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ സംഘമായിരിക്കും ഈ രണ്ട് കേസുകളും ഇനി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഈ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനും അതിജീവിതകളുടെ വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ആദ്യ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ സർക്കാരിനും അന്വേഷണ സംഘത്തിനും അത്തരത്തിലുള്ള തിരിച്ചടികൾ കൂടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യ കേസ് നവംബർ 27 പരാതി നൽകുന്നു. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതിനുശേഷമാണ് നിയമ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കേസ് എടുക്കുന്നത്. പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇതിന്റെ ചുമതലയും മറ്റുമൊക്കെ നൽകുന്നത്. അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് പോലും രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെയുള്ള അവസരങ്ങൾ, അത്തരത്തിലുള്ള അവസരങ്ങൾ കൂടി കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തു. അപ്പോൾ 10 ദിവസത്തിലധികം രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ സർക്കാരിനും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും തിരിച്ചടിയായ സംഭവങ്ങൾ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ചോർന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം രാഹുൽ ഒളി സങ്കേതത്തിൽ തുടരുന്ന സമയമായിരുന്നു അത്. ആ സാഹചര്യത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചിലർ നൽകിയ വിവരങ്ങളിൽ കൂടി രാഹുലിന് ഒരു ഒളിയിടത്തിൽ നിന്ന് മറ്റൊരു ഒളിയിടത്തിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടി ലഭിച്ചത് ഇതിനാലാണെന്നുള്ള വിമർശനങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ അന്വേഷണ സംഘം രാഹുലിനെ അന്വേഷിച്ച് എത്തുമ്പോൾ ആ ഒളി സംഗീതത്തിൽ നിന്ന് 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ മുമ്പായിരിക്കും മറ്റൊരിടത്തേക്ക് എത്തുക. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടാമത്തെ SIT സംഘത്തിന് ഈ ഒരു കേസിന്റെ അന്വേഷണ ചുമതല കൂടി നൽകിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ സമാന പരാതികളും ഇനിയും വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും വീണ, അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഈ രാഹുലിന്റെ കേസുകൾ ഒറ്റ സംഘം അന്വേഷിക്കും, ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക. അതായത് രാഹുൽ 8 ഇടങ്ങളിലായാണ് ഒളിവിൽ താമസിച്ചത്. അത്യാഡംബര വില്ലകൾ, റിസോർട്ടുകൾ, ഫാം ഹൗസുകൾ അടക്കം രാഹുൽ ഇങ്ങനെ മാറി മാറി സുഖജീവിതം നയിക്കുകയായിരുന്നു. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നീക്കം രാഹുൽ എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു. എന്തായാലും ഇനി രണ്ട് അതിജീവിതമാരുടെയും പരാതികൾ ഒറ്റ സംഘമായിരിക്കും അന്വേഷിക്കുക. വീണയാണ് വിവരങ്ങൾ നൽകിയത്.